ദ കേരള സ്റ്റോറി പ്രദർശനം തുടരാമെന്ന് ഹൈക്കോടതി. സിനിമയുടെ പ്രദർശനം സ്റ്റേ ചെയ്യണമെന്ന ഹർജി കോടതി തള്ളി. വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി എ.ടി. അശ്വതി ചേർന്നു. അശ്വതി, എന്തൊക്കെയാണ് ഹൈക്കോടതി ഈ വിഷയത്തിൽ ഈ ഹർജി പരിഗണിച്ചുകൊണ്ട് പറഞ്ഞത്? അജിംഷാദ്, കേരള സ്റ്റോറി സിനിമാ വിവാദവുമായി ബന്ധപ്പെട്ട നിർമാല്യം സിനിമയെ പരാമർശിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഇന്ന് ഈ വിഷയത്തിൽ ഇടപെട്ടത്. നിർമാല്യം സിനിമ ഇറങ്ങിയിട്ടും ഇവിടെ ഒന്നും സംഭവിച്ചില്ല. അതുപോലെ തന്നെ ഹിന്ദു സന്യാസിമാരെ കള്ളക്കടത്തുകാരായി ചിത്രീകരിച്ച സിനിമ ഇറങ്ങിയിട്ടും ഒന്നും സംഭവിച്ചിട്ടില്ല. കേരളം മതേതരത്വം ഉയർത്തിക്കാട്ടുന്ന സംസ്ഥാനമാണ്. ചരിത്രപരമായ സിനിമയല്ലല്ലോ ദ കേരള സ്റ്റോറി. മറ്റ് ഫിക്ഷനുകൾ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ സിനിമ ഇറങ്ങിയത്. സിനിമ സമൂഹം സ്വീകരിച്ചു കൊള്ളുമെന്നാണ് കോടതി ഇന്ന് പറഞ്ഞിരിക്കുന്നത്. കേരള സ്റ്റോറി സെൻസർ ബോർഡ് ഈ വിഷയത്തിൽ പറഞ്ഞ നിലപാടുകൾ ഇങ്ങനെയാണ്. സിനിമയിൽ കേരളത്തെ തെറ്റായി ചിത്രീകരിക്കുന്നില്ല. ഇസ്ലാമിക് സ്റ്റേറ്റ് ചിലരെ ഇരകളാക്കി എന്നതാണ് പ്രമേയം. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു കുറ്റകരമല്ല എന്നും പറയുന്നു. ഇത് സാങ്കല്പികമായി മാത്രമാണ് ഈ സിനിമയിലെ വിശദാംശങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. രാജ്യത്തെ നിയമം അനുസരിച്ച് ഏതൊരാൾക്കും തന്റെ മതത്തിൽ വിശ്വസിക്കാനും ആ മതത്തിലെ ദൈവം അതാണ് എന്ന് വിശ്വസിക്കാനുമുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെ ചിത്രത്തിൽ ഈ വിഷയത്തിൽ പ്രശ്നങ്ങളില്ല എന്നാണ് ഇപ്പോൾ കോടതിയും വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രദർശന അനുമതി തത്വത്തിൽ കോടതി അനുവദിച്ചിരിക്കുകയാണ്. എന്തായാലും തീർച്ചയായും അശ്വതിയാണ് വിവരങ്ങൾ